ഈ ലോകത്തിന്റെ സ്നേഹത്തിന്റെ വഴിയിലായിരിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഈ സന്ദേശം ദൈവത്തിന്റെ സ്നേഹം നാം അനുഭവിച്ചറിയണം. ദൈവസ്നേഹം വാസ്തവമായി നാം അനുഭവിച്ചറിയുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുണ്ടാകുകയുള്ളൂ. ദൈവവചനം നമ്മൾ വായിച്ചത് അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ രക്തമുഖാന്തരം നമുക്ക് വിടുതൽ നൽകി തന്നു എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും നമ്മെ ചേർത്ത് നിർത്തുന്നതാണ് ആ സ്നേഹത്തിന്റെ ആഴം. സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കാമെന്ന് പലരും നമ്മളോട് പറയും. പക്ഷേ സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ അവരുടെ സ്നേഹത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ കർത്താവായ യേശു എന്ന സ്നേഹിതൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ ഒരു സാഹചര്യത്തിൽ നിന്നും നമ്മെ അനാഥരായി വിടുകയില്ല. ഒരു സാഹചര്യത്തിലും അവൻ നമ്മളെ ത്യജിച്ച് കളയുകയില്ല. പ്രിയപ്പെട്ടവരെ, അത് ഞങ്ങൾ അനുഭവിക്കുന്നവരാണ്. ജീവിതത്തിൽ എന്തെല്ലാം നിരാശകൾ കടന്നു വന്ന സാഹചര്യത്തിലും സ്നേഹിതന്മാർ ഞങ്ങളെ സഹായിക്കാമെന്ന്, പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് വേണ്ടി കരുതാമെന്നൊക്കെ പറഞ്ഞ സാഹചര്യത്തിൽ അവരെല്ലാം മാറിപ്പോയപ്പോൾ യേശു എന്ന രക്ഷകൻ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവന്റെ സ്നേഹം ഞങ്ങൾ ആഴമായി അറിഞ്ഞു. ഒരിക്കൽ യേശുവിനെ പിടിക്കുവാനായിട്ട് റോമ പടയാളികൾ കടന്നു വന്നപ്പോൾ നിങ്ങൾ യേശുവിനെയാണോ തിരയുന്നത്, അത് ഞാനാകുന്നു എങ്കിൽ എന്റെ ഈ സ്നേഹിതന്മാര്, എന്റെ ഈ പ്രിയപ്പെട്ടവരെ പൊയ്ക്കൊള്ളട്ടെ എന്നാണ് യേശു പറഞ്ഞത്. എന്നാൽ ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ അണികളെയൊക്കെയും മുന്നോട്ട് വിട്ടിട്ട് നേതാക്കന്മാരൊക്കെയും ആരും അടികൊള്ളുവാൻ മുന്നോട്ട് വരുന്നില്ല. അവരെ ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ അണികളെ മുന്നോട്ട് വിടുന്നു. ഒരു വെടിവയ്പോ അല്ലെങ്കിൽ ലാത്തി ചാർജോ ഒക്കെ ഉണ്ടാകുമ്പോൾ പാർട്ടി അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അവരുടെ അണികളാണ് അതിന്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്നത്. എന്നാൽ യേശു മുന്നോട്ട് വന്നിട്ട് നിങ്ങൾ എന്നെയാണോ തിരയുന്നതെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് തന്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നു. കർത്താവിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: സ്നേഹിതന്മാർക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലുതായ സ്നേഹം ഏതുമില്ല എന്ന്. ഇന്ന് ഈ സ്നേഹിതനെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ സ്നേഹം ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നത് യേശുവിലൂടെയുള്ള സ്നേഹത്തിലാണെന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ സ്നേഹിതന്മാർ ലോകപ്രകാരമുള്ളവരൊക്കെ നിങ്ങളെ വിട്ട് പിന്മാറിയെങ്കിൽ, നിങ്ങളുടെ ഭാര്യ ഒരുപക്ഷെ മറ്റൊരു സ്നേഹത്തിലായി തീർന്ന് നിങ്ങളെ വിട്ടു പോയെങ്കിൽ, കുഞ്ഞുങ്ങൾ കരുതുമെന്ന് വിചാരിച്ച് വളർത്തി വലുതാക്കി സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ആയപ്പോൾ കുഞ്ഞുങ്ങൾ നിങ്ങളെ കൈവിട്ട ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? പ്രിയ സ്നേഹിത പിതാവേ, മാതാവേ, നിങ്ങളെ കരുതുവാൻ ഒരു യേശുവുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ജീവൻ, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ജീവനെ നൽകി തന്ന ഈ യേശു ജീവിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ വിളിച്ചു പറയുന്ന ഈ യേശു മരിച്ചിട്ട് 2000 വർഷങ്ങൾക്ക് മുൻപ് ഏതോ നാട്ടിൽ ജനിച്ച് ജീവിച്ച് മരിച്ചടക്കപ്പെട്ട് ഇല്ലാതെ പോയ ഒരുവനെ അല്ല ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നത്. മറിച്ച് അവൻ വീണ്ടും വരാമെന്ന് പറഞ്ഞു. നമ്മൾ വായിച്ചത് എങ്ങനെയാണ്? ഏത് കണ്ണും അവനെ കുത്തിച്ചുളച്ചവരും അവനെ കാണും, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ലോകം ഉറ്റുനോക്കുന്നത്, നോക്കിപ്പാർക്കുന്നത് ഒരു പ്രത്യാശയുടെ അനുഭവത്തിലാണ്. നിങ്ങൾക്കൊരു പക്ഷേ ആ പ്രത്യാശയില്ലായിരിക്കാം. എന്നാൽ സഭ നോക്കി പാർക്കുന്നത് യേശുവിന്റെ മടങ്ങി വരവിന് വേണ്ടിയാണ്. ഒരിക്കലായിട്ട് യേശു ഈ ലോകത്തിലേക്ക് വന്ന് പാപത്തിന് പരിഹാരം വരുത്തി. പാപത്തിന് പരിഹാരം വരുത്തിയ യേശു ഇനിയും അവനൊന്ന് അടികൊണ്ട് അവനൊരു രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതെ ഇരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. തന്റെ ജീവിതം ഒരു അകൃത്യ യാഗമായി തീരുവാനിടയായി തീർന്നു. പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവൻ ഇനിയും രണ്ടാമത് വരുന്നത് പാപികൾക്ക് വേണ്ടിയല്ല, മറിച്ച് അവനായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി. ആ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇനിയും രണ്ടാമത് വരും. ഈ ലോകത്തിലെ ഓരോ നേതാക്കന്മാരും, ഒരു വിധത്തിലുള്ള തത്വജ്ഞാനികളോ മത നേതാക്കന്മാരോ ആരും പറഞ്ഞിട്ടില്ല ഞാൻ ഇതാ രണ്ടാമത് വരുമെന്ന്. എന്നാ യേശു പറഞ്ഞു. യേശു ഒലുമലയിൽ നിന്ന് കടന്നു പോകുമ്പോൾ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് ദൂതൻ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് കടന്നുപോയ യേശു ഇനിയും രണ്ടാമത് മടങ്ങി വരുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രത്യാശ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ?
അതല്ല, മറിച്ച് ഈ ലോകം വിട്ട് നമ്മൾ എവിടേക്ക് പോകുമെന്നൊരു പ്രത്യാശ നിങ്ങൾക്കുണ്ടോ? ഓ, ഞാനിങ്ങനെ ജനിച്ചു, ഇനിയും കുറെ നാൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ച് മരിച്ച് ഈ ലോകം കൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രത്യാശയിലാണോ നിങ്ങളായിരിക്കുന്നത്? മറിച്ച് ഈ ലോകമല്ല നമ്മുടെ ശാശ്വതമായ ഭൂമി, ഈ ലോകമല്ല നമ്മുടെ ശാശ്വതമായ വീട്. ഒരിക്കൽ ഒരു കുട്ടിയോട്, മോനെ നിന്റെ വീട് എവിടാ എന്ന് ഒരു വഴിയാത്രക്കാരൻ ചോദിച്ചപ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു, ഈ കല്ലറയ്ക്കപ്പുറത്താണ് എന്റെ വീടെന്ന്. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സെമിത്തേരി ഉണ്ടായിരുന്നു, അതിനപ്പുറത്താണ് എന്റെ വീടെന്ന് ആ പയ്യൻ, ആ കുഞ്ഞു മകൻ പറയുവാനിടയായി തീർന്നു. എന്നാൽ കല്ലറയ്ക്കപ്പുറത്ത് ഒരു വീടുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ അത് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ്. അതല്ലെങ്കിൽ കല്ലറയ്ക്ക് ഇപ്പുറത്തുള്ള ജീവിതം മാത്രമേ നിനക്കുള്ളൂ. നിന്റെ ഭാര്യ, കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവർ, നീ മരിച്ചാൽ അവർ കല്ലറ വരെ വന്നിട്ട് ഒരു പിടി മണ്ണ് വാരിയിട്ടിട്ട് അവർ തിരികെ വരും. അവർ തിരികെ വന്ന് അവരുടെ പുതിയ ജീവിതം ആരംഭിക്കും. ഇതാണ് ജീവിതത്തിന്റെ അനുഭവം. ആരായാലും അങ്ങനെ തന്നെയാണ്. എന്നാൽ യേശുവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി തന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് യേശുക്രിസ്തുവിലൂടെ സാധ്യമായ ഒരു വ്യക്തി മരിച്ചാലും ജീവിക്കും. ഒരിക്കൽ സോക്രട്ടീസ് എന്ന് പറയുന്ന വലിയ തത്വജ്ഞാനിയോട് പോയിസൺ കൊടുത്ത് ഭരണാധികാരി കൊന്നൊടുക്കാൻ ശ്രമിച്ച സമയത്ത് തന്റെ അരുമ ശിഷ്യന്മാർ കടന്നു വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ഗുരുവേ, അവിടുന്ന് മരിക്കുന്നതോ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നതോ ഏതാണ് ഉത്തമമെന്ന് ചോദിച്ചപ്പോൾ ഈ തത്വജ്ഞാനിയായ മനുഷ്യൻ, ഈ പല കാര്യങ്ങളും മനുഷ്യനെ പഠിപ്പിച്ച തത്വജ്ഞാനിയായ മനുഷ്യൻ പറയുന്നു, മരണത്തിനപ്പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്ക് പറയുവാൻ ആധികാരികതയില്ല എന്നാണ്. എന്നാൽ നസറേത്തുകാരനായ യേശുക്രിസ്തു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മരണവും പുനരുത്ഥാനവും ജീവനും പുനരുത്ഥാനവും ഞാനാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പറയുവാൻ ആർക്ക് കഴിയും? എന്നുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കണം. യേശു അങ്ങനെ തെളിയിച്ചു. അവൻ മരിച്ചു. എന്നാൽ മൂന്നാം ദിവസം തന്റെ കല്ലറയിലേക്ക് മാർത്ത, മറിയ, പ്രിയപ്പെട്ടവരൊക്കെ കടന്നു എന്നപ്പോ സുഗന്ധവർഗവുമായി ഒരുക്കിയ സുഗന്ധവർഗവുമായി അതിരാവിലെ കടന്നു എന്നപ്പോൾ ദൂതൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ തിരയുന്നോ എന്ന്. പ്രിയപ്പെട്ടവരെ, അവൻ ജീവിച്ചിരിക്കുന്നു. മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. അവന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുകയാണ്. തുറന്നു കിടക്കുന്ന കല്ലറ വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്, മനുഷ്യന്റെ ജീവിതം ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നില്ല. അവൻ സൃഷ്ടിക്കപ്പെട്ടത് ആത്മാവ് ഉള്ള ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ആത്മാവുള്ള ഒരു ജീവി മനുഷ്യൻ മാത്രമാണ്. ജീവികൾക്കൊന്നും ആത്മാവില്ല. അതുകൊണ്ട് തന്നെ അത് ദൈവത്തെ തിരയുന്നില്ല. അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ഉറങ്ങി ഓരോ ദിവസവും ഇങ്ങനെ ജീവിക്കണമെന്നല്ലതായി അതിനപ്പുറത്തൊന്നുമില്ല. എന്നാൽ മനുഷ്യൻ എന്നും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവത്തെ. അവന്റെ അന്തരാത്മാവ് ദൈവത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് അത് ദൈവത്തിൽ എത്തിച്ചേരുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഭിക്ഷാന്തേഹികളായി ആളുകൾ ദൈവത്തെ അന്വേഷിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവം എവിടെയാണ് വസിക്കുന്നത്? ദൈവം നമ്മുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. അത്യുന്നതനായ ദൈവം കൈപ്പണിയായുള്ളതിൽ വാസം ചെയ്യുന്നില്ല. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തെ ഏതെങ്കിലും ഒരു കൈപ്പണിയായി ഉണ്ടാക്കുന്ന ഒന്നിൽ അതിൽ വാസം ചെയ്യുന്നില്ല. എന്നാൽ മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം വാസം ചെയ്യുന്നു. ദൈവവചനം പറയുന്നു, യേശുവിന്റെ പേരെന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് കൂടെ എന്നുള്ള അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന യേശു ക്രിസ്തു നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ നിന്റെ പാപത്തിന്റെ വഴികൾ വിട്ട് ഒരു പ്രത്യാശയുടെ അനുഭവത്തിൽ നിനക്ക് ജീവിച്ച് ഈ ലോകം വിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന പ്രത്യാശയുടെ അനുഭവത്തിൽ നിത്യതയിൽ ജീവിക്കുവാൻ കഴിയും. ഈ ലോകം 70, 80, 100, 120 വർഷം വരെ ജീവിച്ചെന്നിരിക്കാം. ദൈവം പറയുന്നു, മനുഷ്യന്റെ ആയുസ് 100, 120 വയസ്സ് വരെയാണെന്ന്. അതാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. ഇന്നും 120 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നവരുണ്ട്. അതിനപ്പുറത്തുള്ളവരാരുമില്ല. എന്നാൽ അതിനപ്പുറത്ത് നിത്യതയുണ്ട്. ദൈവം അനാദിയാണ്, ദൈവത്തിന് മരണമില്ല. ദൈവം നിത്യനാണ്. ആ നിത്യനായ ദൈവത്തോടൊപ്പം വസിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ഈ ഭൂമിയിലെ വാസം നിത്യമല്ല.
അതൊരു ദിവസം അവസാനിക്കും. അവസാനിക്കാത്ത ഒരു നിത്യജീവന് വേണ്ടി നാം ഓരോരുത്തരും ഈ ലോകത്തിലായിരിക്കണം.